നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 19 ആണ്. എന്താണ് LGS മാരത്തോൺ എന്നറിയാതെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. കേരള PSC LDC LGS ലെവൽ പരീക്ഷകൾക്ക് 25 തവണയിൽ കൂടുതൽ ആവർത്തിച്ച ചോദ്യങ്ങളും അവ എങ്ങനെ പഠിക്കാമെന്നുള്ള കുറുക്കു വഴികളുമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് കടക്കാം. വേലുത്തമ്പി ദളവ 1809 എത്ര സുഹൃത്തുക്കളെ? 1809 വീരചരമം പ്രാപിച്ച സ്ഥലം എവിടെയാണ്? മണ്ണടിയാണ് കേട്ടോ. എവിടെയാണ് മണ്ണടി സ്ഥിതി എന്ന് ചോദിച്ചാല് നമ്മുടെ പത്തനംതിട്ട ജില്ല. അപ്പോൾ എന്താ പറഞ്ഞത്? വേലുത്തമ്പി ദളവ 1809 വീരചരമം പ്രാപിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് മണ്ണടിയാണ്. നമുക്ക് ഇനി വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട കേരള PSC എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചുള്ളതെന്ന് നോക്കാം. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. പഠിക്കണേ, അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. വേലായുധൻ ചെമ്പകരാമൻ എന്നായിരുന്നു യഥാർത്ഥ നാമം. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമം എന്തായിരുന്നു? വേലായുധൻ ചെമ്പകരാമൻ എന്നായിരുന്നു. 1809 ജനുവരി മാസം 11-ാം തീയതി കുണ്ടറ വിളംബരം നടത്തിയ ദിവാനായിരുന്നു ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം. 1809 ജനുവരി മാസം 11-ാം തീയതി കുണ്ടറ വിളംബരം നടത്തിയ ദിവാനായിരുന്നു ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ച, അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയും കേട്ടോ, കൊല്ലത്ത് ഹജൂർ കച്ചേരി ആരംഭിച്ച ദിവാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേലുത്തമ്പി ദളവയാണ്. കൊല്ലത്ത് ഹജൂർ കച്ചേരി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് ആരംഭിച്ച ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറില് സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേലുത്തമ്പി ദളവയാണ്. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷി യോഗ്യമാക്കിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവ. വേമ്പനാട് കായലിന്റെ ഭാഗമായുള്ള പാതിരാമണൽ ദ്വീപിനെ കൃഷി യോഗ്യമാക്കിയ ദിവാൻ ആര് എന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. ചങ്ങനാശ്ശേരിയില് അടിമച്ചന്ത സ്ഥാപിച്ചതായിരുന്നു ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. ഒന്നുകൂടി പറയുവാണേ, വേലുത്തമ്പി ദളവ 1809 വീരചരമം പ്രാപിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് മണ്ണടിയാണ്. മണ്ണടി ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലയിലാണ്. അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. വേലായുധൻ ചെമ്പകരാമൻ എന്ന യഥാർത്ഥ നാമം. 1809 ജനുവരി 11-ന് കുണ്ടറ വിളംബരം നടത്തിയ ദിവാനായിരുന്നു ചോദിച്ചാൽ വേലുത്തമ്പി ദളവ. കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ച ദിവാനായിരുന്നു ചോദിച്ചാൽ വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ച ദിവാനായിരുന്നു ചോദിച്ചാൽ വേലുത്തമ്പി ദളവ. വേമ്പനാട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷി യോഗ്യമാക്കിയ ദിവാനായിരുന്നു ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ അടിമച്ചന്ത സ്ഥാപിച്ച ദിവാനായിരുന്നു ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവയാണ്. ഇത്രയും PSC വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട് ചോദിച്ചതാണ്. സുഹൃത്തുക്കൾ പഠിക്കുക. അടുത്തതാണ് മീനമാതാ രോഗത്തിന് കാരണമായ മൂലകം. ഏത് മൂലകമാ സുഹൃത്തുക്കളെ? മീനമാതാ രോഗത്തിന് കാരണമാകുന്നത് മെർക്കുറിയാണ്. ആരാണ്? മെർക്കുറിയാണ്. ഇനി നമുക്ക് കുറച്ച് മൂലകങ്ങളും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കാം. പ്രധാനപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള എല്ലാ മൂലകങ്ങളും അവ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് പഠിക്കാം. ഫ്ലൂറോസിസ്. എന്താ സുഹൃത്തുക്കളെ ഫ്ലൂറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഫ്ലൂറിന്റെ ആധിക്യം ശരീരത്തിൽ ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ്. എന്താണ് അവന്റെ പേര്? ഫ്ലൂറോസിസ്. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണമാരാണ്? ഫ്ലൂറിൻ തന്നെയാണ്. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണമാരാണ് സുഹൃത്തുക്കളെ? ഫ്ലൂറിൻ തന്നെയാണ്. ആ അസുഖത്തിൽ തന്നെ ആര് കിടപ്പുണ്ട്? കാരണക്കാരനായ മൂലകം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇനി അത് കൂടുതൽ സമയം നമ്മൾ പഠിച്ച് സമയം കളയണ്ട. ഫ്ലൂറോസിസ് ഉണ്ടാകാൻ കാരണം ഫ്ലൂറിൻ ആണേ. കിട്ടിയേ? സിലിക്കോസിസ്. മനുഷ്യ ശരീരത്തിൽ സിലിക്കന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. മനുഷ്യ ശരീരത്തില് സിലിക്കൺ മൂലകത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ വർധനവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ്. സിലിക്കോസിസ് എന്ന രോഗത്തിന്റെ കാരണം സിലിക്കൺ ആണ് എന്ന് ആ രോഗത്തിന്റെ പേര് തന്നെയുണ്ട്. സിലിക്കോസിസ് എന്ന ആ രോഗത്തിന്റെ പേര് തന്നെയുണ്ട്. സിലിക്കൺ ആണ് സിലിക്കോസിസ് ഉണ്ടാകുന്നതിന് കാരണമെന്ന്. അത് പഠിക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി PSC ഏറ്റവും കൂടുതൽ ചോദിച്ച രോഗമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ രോഗമാണ്, മീനമാതാ രോഗം. മനുഷ്യ ശരീരത്തിൽ മെർക്കുറിയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് മീനമാതാ രോഗം. മനുഷ്യ ശരീരത്തിലെ മെർക്കുറിയുടെ അളവ് വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് മീനമാതാ രോഗം. ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞു തരാം. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. കോഡ് ഇത്രയേ ഉള്ളൂ.
സുഹൃത്തുക്കളെ, കുഞ്ഞുനാളുകളിലൊക്കെ നമ്മുടെ മാതാക്കളല്ലേ നമുക്ക് കുറി തൊട്ട് തരുന്നത്. കുഞ്ഞുനാളുകളിൽ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മാതാക്കളാണ് നമുക്ക് കുറി തൊട്ട് തരുന്നത് അല്ലെ. കുട്ടിയായിരുന്ന മീനയ്ക്ക് മീനയുടെ മാതാവാണ് കേട്ടോ കുറി തൊട്ട് കൊടുക്കുന്നത്. അപ്പോ മീനമാതാ രോഗത്തിന് കാരണം മെർക്കുറിയാണ്. മീനമാതാ രോഗത്തിന് കാരണം ആരാണ്? മെർക്കുറിയാണ് എന്നങ്ങ് പഠിക്കുക. മീനയുടെ മാതാവാണ് മീനയ്ക്ക് കുറി തൊട്ട് കൊടുക്കുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ മീനമാതാ രോഗത്തിന് കാരണം ആരാണ്? മെർക്കുറിയാണ്. അടുത്തതാണ് പ്ലംബിസം. ലെഡിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ലെഡിന്റെ അളവ് കൂടുന്നത് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് പ്ലംബിസം. എന്ത് പേരിൽ അറിയപ്പെടുന്ന സുഹൃത്തുക്കളെ? പ്ലംബിസം. ലെഡിന്റെ ലാറ്റിൻ നാമം എന്താ സുഹൃത്തുക്കളെ? ലെഡിന്റെ ലാറ്റിൻ നാമം അത് പ്ലംബം എന്നാണ്. എന്താണ്? പ്ലംബം എന്നാണ് ലെഡിന്റെ ലാറ്റിൻ നാമം. അപ്പോൾ പ്ലംബത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. പ്ലംബത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പ്ലംബിസം. വേറൊന്നുമില്ല, ഏഷ്യന്റ് കാലഘട്ടത്തിൽ, പണ്ട് കാലഘട്ടത്തില് നമ്മൾ PVC ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വാട്ടർ സിസ്റ്റങ്ങളുടെ പൈപ്പുകൾ എല്ലാം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് ലെഡ് ആയിരുന്നു കേട്ടോ. അന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു ലെഡ് എന്ന് പറയുന്നത് ഒരു വിഷവസ്തു ആണെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലെഡ് ആയിരുന്നു നമ്മൾ പ്രധാനമായിട്ടും പൈപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്ലംബം എന്ന പേരിൽ അറിയപ്പെട്ടത്. പിൽക്കാലത്ത് അത് ലെഡ് എന്ന് പറയുന്ന മൂലകത്തിന്റെ നാമമായിട്ട് നമ്മൾ ചേർക്കുകയും ചെയ്തു. സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പഠിക്കുക, പ്ലംബിസം എന്നുള്ള രോഗത്തിന് കാരണമായിരുന്നു ചോദിച്ചാൽ അത് ലെഡാണ്. ഈ ലെഡിന്റെ ലാറ്റിൻ നാമമാണ് എന്ത്? പ്ലംബം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ഇത്തായി. കാഡ്മിയത്തിന്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലെ കാഡ്മിയത്തിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഇത്തായി. ഏതാണ്? കാഡ്മിയത്തിന്റെ അളവ് കൂടുന്നത് മൂലം മനുഷ്യരീരത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ഇത്തായി. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് വിൽസൺസ് രോഗം. എന്താണ് വിൽസൺസ് രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പിന്റെ ആധിക്യം മൂലം മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് രോഗം. ചെമ്പിന്റെ ആധിക്യം അല്ലെങ്കിൽ ചെമ്പിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് വിൽസൺസ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ സുഹൃത്തുക്കൾ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് ആരെയാണ്? ചെമ്പിനെയാണെന്ന് പഠിക്കുക. വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പെന്ന് പഠിക്കുക. അല്ലെങ്കിൽ വീല് നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകം ഏതാണ്? ചെമ്പെന്ന് പഠിക്കുക. മറക്കരുത്. വിൽസൺസ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ചോദിച്ചാൽ അത് ചെമ്പാണ്. വിൽസൺസ് രോഗത്തിന് കാരണമായിട്ടുള്ള മൂലകം ഏതാ സുഹൃത്തുക്കളെ? അത് ചെമ്പാണ്. പഠിക്കുക. അടുത്തതാണ് ഹൈപ്പോകലാമിയ. എന്താ പേര്? ഹൈപ്പോകലാമിയ. എന്താണ് ഹൈപ്പോകലാമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യത്തിന്റെ ആധിക്യം മൂലമുണ്ടാകുന്ന രോഗമാണ് ഹൈപ്പോകലാമിയ, അല്ലെങ്കിൽ പൊട്ടാസ്യത്തിന്റെ അളവ് മനുഷ്യ ശരീരത്തിൽ കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അറിയപ്പെടുന്ന പേരാണ് ഹൈപ്പോകലാമിയ. എന്താ അവന്റെ പേര്? ഹൈപ്പോകലാമിയ എന്നാണ്. മറക്കരുത്. പഠിക്കാൻ പാടുള്ള സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സുഹൃത്തുക്കളെ, ഇവിടെ ഹൈപ്പോകലാമിയയിൽ ഒരു കലമുണ്ടല്ലോ സുഹൃത്തുക്കളെ. ഹൈപ്പോകലാമിയ എന്ന് പറയുന്നതിൽ ഒരു കലമുണ്ടല്ലോ. കലമാണെങ്കിൽ എന്ത്? ഉറപ്പായിട്ടും പൊട്ടും എന്നങ്ങ് പഠിച്ചു വെക്കുക. കലമാണെങ്കിൽ ഉറപ്പായിട്ടും പൊട്ടും എന്നങ്ങ് പഠിച്ചു വെക്കുക. അപ്പോ ഹൈപ്പോകലാമിയ എന്ന രോഗം ഉണ്ടാകുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ്. കലമാണെങ്കിൽ അതെന്ത് ചെയ്യും? പൊട്ടും. ഹൈപ്പോകലാമിയ പൊട്ടാസ്യം. കലമാണെങ്കിൽ പൊട്ടും. ഹൈപ്പോകലാമിയ പൊട്ടാസ്യം. പഠിച്ചു വെക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വതനിര ഏതാ സുഹൃത്തുക്കളെ? ആരവല്ലി പർവ്വതനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം എന്നറിയപ്പെടുന്നത് ആരവല്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം എന്നറിയപ്പെടുന്നത് ആരവല്ലിയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അതും ആരവല്ലിയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാലും അത് ആരവല്ലി പർവ്വതനിരയാണ്. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും വേർതിരിക്കുന്ന പർവ്വതനിര ചോദിച്ചാൽ അതും ആരവല്ലി പർവ്വതനിരയാണ്. ചോദിച്ചിട്ടുണ്ട് PSC. രാജസ്ഥാനെ കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നും രണ്ടായി വേർതിരിക്കുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ആരവല്ലി പർവ്വതനിരയാണ്. മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിര. മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വതനിരയാണ്. മൗണ്ട് ഗുരുശിഖർ എന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിര. പഠിച്ചോളുക. മൗണ്ട് ഗുരുശിഖർ എന്ന കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ആരവല്ലി പർവ്വതനിരയാണ്. ഈ മൗണ്ട് ഗുരുശിഖറാണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പഠിച്ചു വെച്ചോളെ. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൗണ്ട് ഗുരുശിഖറാണ്. ഹാൻഡിക്കട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ആരവല്ലി പർവ്വതനിര. ഹാൻഡിക്കട്ട് ചുരം
സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിര. ജൈനമത തീർത്ഥാടന കേന്ദ്രമായ ദിൽവാര സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ചോദിച്ചാൽ ആരവല്ലി പർവ്വനിര. ജൈനമത തീർത്ഥാടന കേന്ദ്രമായ ദിൽവാര സ്ഥിതി ചെയ്യുന്ന പർവ്വനിര എന്ന് ചോദിച്ചാൽ അത് ആരവല്ലി പർവ്വനിര. ഒന്നുകൂടി പറയുവാണേ, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വനിര എന്നറിയപ്പെടുന്നത് ആരവല്ലി പർവ്വനിരയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതം എന്നറിയപ്പെടുന്നത് ആരവല്ലിയാണ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ആരവല്ലി പർവ്വനിര. രാജസ്ഥാന് കിഴക്കൻ രാജസ്ഥാൻ എന്നും പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിങ്ങനെ രണ്ടായി വേർതിരിക്കുന്ന പർവ്വനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. ആരവല്ലി പർവ്വനിരയിൽ കാണപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു, അല്ലെങ്കിൽ മൗണ്ട് അബു സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ചോദിച്ചാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. മൗണ്ട് ഗുരുശിഖർ കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. മൗണ്ട് ഗുരുശിഖറിന്റെ പ്രത്യേകത എന്താ സുഹൃത്തുക്കളെ? ആരവല്ലി പർവ്വനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്നത് മൗണ്ട് ഗുരുശിഖറാണ്. ഹാൻഡിക്കട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ആരവല്ലി പർവ്വനിര. ഹാൻഡിക്കട്ട് ചുരം സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. ജൈനമത തീർത്ഥാടകരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ ദിൽവാര സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരവല്ലി പർവ്വനിരയാണ്. ജൈനമത തീർത്ഥാടന കേന്ദ്രമായ ദിൽവാര സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ആരവല്ലി പർവ്വനിരയിലാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷമാണ്. വർഷം 1934. വർഷം ഏതാ സുഹൃത്തുക്കളെ? 1934. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിൽ എത്തിയ വർഷം 1934 ജനുവരി മാസം 10. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട്. എത്ര തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് സമയം കളയണ്ട. ആദ്യമായി ഗാന്ധിജി കേരളത്തിൽ എത്തുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് എന്നാണ് PSCയുടെ ഉത്തരസൂചികയിൽ കിടക്കുന്നത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയതെന്നാണ്. എന്നാൽ ഗാന്ധിജി കേരളത്തിൽ എത്തിയതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിസ്സഹകരണ സമരത്തിന്റെ പ്രചരണാർത്ഥമാണ്. പഠിക്കണേ. നമ്മുടെ PSCയുടെ ഉത്തരസൂചി പ്രകാരം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി കേരളത്തിൽ എത്തിയതെന്നാണ്. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഗാന്ധിജി സത്യത്തിൽ എന്താണ് കേരളത്തിലേക്ക് വരുന്നത്. നമുക്ക് PSCയുടെ ഉത്തരസൂചിക പ്രകാരം പോകാം. അങ്ങനെ ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം 1920 ഓഗസ്റ്റ് മാസം 18. ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1920 ഓഗസ്റ്റ് മാസം 18 ഗാന്ധിജി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തി കേരളം കണക്കൊരു സംസ്ഥാനത്ത് വരുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രത്യേകത കാണണ്ടേ സുഹൃത്തുക്കളെ? യെസ്, ആ ഡേറ്റ് നമ്മൾ അങ്ങ് പഠിക്കാൻ പോവുകയാണ്. അപ്പോ ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ 8 എന്ന് എഴുതുക, പിന്നെ 18 എന്ന് എഴുതുക, 19 എന്ന് എഴുതുക, പിന്നെ 20 എന്ന് എഴുതുക. കഴിഞ്ഞു ഗാന്ധിജിയുടെ ആദ്യത്തെ കേരള സന്ദർശനം. 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം മാസം 18-ാം തീയതി 1920 ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത്. അപ്പോൾ 8-18-1920 ഗാന്ധിജി കേരളം സന്ദർശിച്ചത്, അല്ലെങ്കിൽ 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് ഗാന്ധിജി കേരളം സന്ദർശിച്ചത്. രണ്ടാമതായി ഗാന്ധിജിയുടെ കേരള സന്ദർശനം വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് വർഷം 1925 മാർച്ച് മാസം 8-ാം തീയതി. എന്താ പറഞ്ഞ സുഹൃത്തുക്കളെ? വൈക്കം സത്യാഗ്രഹത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി 2-ാം തവണ കേരളത്തിലേക്ക് വരുന്നത്. വർഷം 1925 മാർച്ച് മാസം 8-ാം തീയതി. തെക്കൻ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായാണ് 3-ാം തവണ ഗാന്ധിജി കേരളത്തിൽ വരുന്നത്. വർഷം 1927 ഒക്ടോബർ മാസം 9-ാം തീയതി. ഡേറ്റും തീയതിയും വ്യക്തമായിട്ട് പഠിച്ചോളണേ. തെക്കേ ഇന്ത്യയുടെ പര്യടനത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി കേരളം കൂടി സന്ദർശിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം 3-ാമത്തെ തവണ കേരളം സന്ദർശിച്ചു. വർഷം 1927 ഒക്ടോബർ മാസം 9-ാം തീയതി. 4-ാം തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചതാണ് PSCയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഹരിജൻ ഫണ്ടിന്റെ ശേഖരണാർത്ഥം ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷം എത്രയെന്നാണ് ചോദിക്കുന്നത്. 1934 ജനുവരി മാസം 10-ാം തീയതി.
ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി 4ാം തവണ കേരളം സന്ദർശിക്കുന്നു. വർഷം 1934 ജനുവരി മാസം 10-ാം തീയതി. ഏറ്റവും ഒടുവിലായി 5ാം തവണ ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. എന്തിന്റെ പശ്ചാത്തലത്തിലാണ് സുഹൃത്തുക്കളെ? ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വർഷം 1937 ജനുവരി മാസം 13-ാം തീയതി. 1937 ജനുവരി മാസം 13-ാം തീയതി. വ്യക്തമായിട്ട് പഠിക്കുന്ന സുഹൃത്തുക്കളെ ഈ ഭാഗം ഒന്നുകൂടി പറയുവാണേ. ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷം 1934 ജനുവരി മാസം 10-ാം തീയതി. 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. ഗാന്ധിജിയുടെ കേരള സന്ദർശനം എത്ര തവണ എന്ന് ചോദിച്ചാൽ അത് 5 തവണ, അല്ലെങ്കിൽ ഗാന്ധിജി 5 തവണ കേരളം സന്ദർശിച്ചിരുന്നു. ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ആദ്യമായി ഗാന്ധിജി കേരളത്തിൽ വരുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് അദ്ദേഹം വന്നത്. PSCയുടെ ഉത്തര സൂചിക പ്രകാരം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ്. വർഷം 1920 ഓഗസ്റ്റ് മാസം 18-ാം തീയതി. രണ്ടാമതായി ഗാന്ധിജി കേരളത്തിൽ വരുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. വർഷം 1925 മാർച്ച് മാസം 8-ാം തീയതി. 3-ാം തവണ അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി അദ്ദേഹം കേരളം കൂടി സന്ദർശിച്ചു. വർഷം 1927 ഒക്ടോബർ മാസം 9-ാം തീയതി. 4-ാം തവണ ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ഹരിജൻ ഫണ്ടിന്റെ ശേഖരണാർത്ഥമാണ്. വർഷം 1934 ജനുവരി 10. കുറെ തവണ നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു, അത്രയും ഇമ്പോർട്ടന്റ് ഉള്ളത് കൊണ്ടാണ്. 5-ാം തവണ ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ്. വർഷം 1937 ജനുവരി മാസം 13-ാം തീയതി. വ്യക്തമായി ഈ ഭാഗം സുഹൃത്തുക്കൾ പഠിക്കാൻ ശ്രമിക്കുക. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിഭായിയെയും കണ്ടത് 2ാം കേരള സന്ദർശനത്തിൽ വെച്ചിട്ട്. ചോദിച്ചിട്ടുണ്ട് PSC. ഈ ചോദ്യം ഇതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെയും റാണി ലക്ഷ്മിഭായിയെയും കണ്ടത് ഏത് കേരള സന്ദർശനത്തിൽ വെച്ചെന്ന് ചോദിച്ചാൽ 2ാം കേരള സന്ദർശനത്തിൽ വെച്ച്. മറക്കണ്ട, 2 വ്യക്തികളെ ആര് കണ്ടു? ഗാന്ധിജി കണ്ടു 2ാം കേരള സന്ദർശനത്തിൽ വെച്ച്. 2 വ്യക്തികളെ ഗാന്ധിജി 2ാം കേരള സന്ദർശനത്തിൽ വെച്ച് കണ്ടു എന്നങ്ങ് പഠിക്കുക. തന്റെ സ്വർണ്ണാഭരണങ്ങൾ കൗമുദി ഗാന്ധിജിക്ക് നൽകിയത് ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥം കേരളത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ 4ാം കേരള സന്ദർശനത്തിൽ വെച്ചാണ്. 2 രീതിയിലും PSC ചോദിച്ചിട്ടുണ്ട്. തന്റെ സ്വർണ്ണാഭരണങ്ങൾ കൗമുദി ഗാന്ധിജിക്ക് നൽകിയത് എപ്പോഴെന്ന് ചോദിച്ചാൽ ഹരിജൻ ഫണ്ടിന്റെ ശേഖരണാർത്ഥം അദ്ദേഹം കേരളത്തിൽ വന്നപ്പോഴാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ 4ാമത്തെ കേരള സന്ദർശനത്തിലാണ്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം 5ാം കേരള സന്ദർശനം. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരള സന്ദർശനം ഏതാ സുഹൃത്തുക്കളെ? 5ാം കേരള സന്ദർശനം പഠിച്ചു വെക്കുക. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഉത്തർപ്രദേശ് സംസ്ഥാനം. 2022 മുമ്പുള്ള ടെക്സ്റ്റ് ബുക്കുകളൊന്നും നോക്കല്ലേ, അതിനകത്ത് ചിലപ്പോ ആൻസർ കീയില് മഹാരാഷ്ട്ര എന്ന് കിടപ്പുണ്ട്. അത് തെറ്റാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ആരാണ്? ഉത്തർപ്രദേശാണ്. മറക്കരുത്. ഓപ്ഷനിൽ മഹാരാഷ്ട്ര കാണും, തെറ്റാണ്. ഉത്തർപ്രദേശാണ്. യുണൈറ്റഡ് പ്രൊവിൻസസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. യുണൈറ്റഡ് പ്രൊവിൻസസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ബ്രഹ്മർഷി ദേശമെന്നും മധ്യദേശമെന്നും ആര്യവർത്തം എന്ന പേരുകളിലും അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. എന്ത് പേരിലൊക്കെ അറിയപ്പെട്ടത്? ബ്രഹ്മർഷി ദേശമെന്നും മധ്യദേശമെന്നും ആര്യവർത്തം എന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പഠിക്കുക. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായി DPEP വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനം. പഠിക്കുക. ഇന്ത്യയിൽ ആദ്യമായി DPEP വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. ഓപ്ഷനിൽ കേരളം കാണും. കയറി ആൻസർ കൊടുക്കരുത്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് നെഗറ്റീവ് അടിച്ച പോയിന്റ് ആണ് പറഞ്ഞത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് DPEP വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏഷ്യയിലെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിതമായ സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനം. ഏഷ്യയിലെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിതമായ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനം. ഒന്നുകൂടി പറയുവാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനം. യുണൈറ്റഡ് പ്രൊവിൻസസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനം. ബ്രഹ്മർഷി ദേശമെന്നും മധ്യദേശമെന്നും ആര്യവർത്തം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനം. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി DPEP വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനം. ഏഷ്യയിലെ ആദ്യത്തെ
DNA ബാങ്ക് സ്ഥാപിതമായ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനം. നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശും. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാ സുഹൃത്തുക്കളെ? അത് ക്യൂബയാണ് കേട്ടോ. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന രാജ്യം ചോദിച്ചാൽ അത് ക്യൂബയാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. പഠിച്ചു വെച്ചോളണേ. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ലോകത്തിൽ ആദ്യമായി വികലാംഗർക്ക് വേണ്ടിയുള്ള സർവകലാശാല ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. ലോകത്തിൽ ആദ്യമായി വികലാംഗർക്ക് വേണ്ടി സർവകലാശാല സ്ഥാപിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ദുധുവ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ദുധുവ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകൾ ഉള്ളതും ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതും ലോക്സഭാ മണ്ഡലങ്ങൾ ഉള്ളതും രാജ്യസഭ അംഗങ്ങളുള്ളതുമായ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. പഠിച്ചോളണേ. ഒത്തിരി ചോദ്യങ്ങളുടെ ഒരൊറ്റ ഉത്തരമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാജ്യസഭ അംഗങ്ങളുള്ള സംസ്ഥാനം എല്ലാം ഏതാണ്? നമ്മുടെ ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. ഒന്നുകൂട്ടി പറയുവാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ്. ലോകത്തിൽ ആദ്യമായി വികലാംഗർക്ക് വേണ്ടിയുള്ള സർവകലാശാല സ്ഥാപിതമായത് ഉത്തർപ്രദേശ്. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്. ദുധുവ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജില്ലകളും നിയമസഭാ മണ്ഡലങ്ങളും ലോക്സഭാ മണ്ഡലങ്ങളും രാജ്യസഭ അംഗങ്ങളുമുള്ള സംസ്ഥാനം ഏത് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. മറക്കാതെ പഠിക്കുക. ഇനി PSCയുടെ ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് പഞ്ചാബാണ്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളും അവ ഏത് സംസ്ഥാനത്തിലാണ് നടന്നതെന്നും PSC ഇപ്പോൾ ചോദിക്കാറുണ്ട്. പഠിക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. വാഗൺ ട്രാജഡി നടന്ന ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. വാഗൺ ട്രാജഡി നടന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ നമ്മുടെ കൊച്ചു കേരളമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. ചൗരി ചൗര സംഭവം അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ചൗരി ചൗര സംഭവം അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. ബിംബിഹാർ കൂട്ടക്കൊല അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചു വെക്കുക. ബിംബിഹാർ കൂട്ടക്കൊല അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. കക്കോറി ട്രെയിൻ കൊള്ള അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. കക്കോറി ട്രെയിൻ കൊള്ള അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. അതുപോലെ പഠിക്കേണ്ടതാണ്. നൊഖാലി കലാപം അരങ്ങേറിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശ്. പണ്ട് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നപ്പോ കേട്ടോ ഈ നൊഖാലി കലാപം നടന്നത്. എന്നാൽ അത് പഠിച്ചു വെക്കുക. നൊഖാലി കലാപം അരങ്ങേറിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശാണ്. ഒന്നുകൂടി പറയുവാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാ പറയുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചാബാണ്. വാഗൺ ട്രാജഡി നടന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. ചൗരി ചൗര സംഭവം അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനവും ബിംബിഹാർ കൂട്ടക്കൊല നടന്ന ഇന്ത്യൻ സംസ്ഥാനവും കക്കോരി ട്രെയിൻ കൊള്ള അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനവും ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് സംസ്ഥാനമാണ്. ഒന്നുകൂടി പറയുവാണ്. ചൗരി ചൗര സംഭവം അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ബിംബിഹാർ കൂട്ടക്കൊല അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. കക്കോരി ട്രെയിൻ കൊള്ള അരങ്ങേറിയ ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശാണ്. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ്. നൊഖാലി കലാപം അരങ്ങേറിയ രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശ്. ഈ കലാപം നടക്കുന്ന സമയത്ത് അത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇപ്പോൾ അത് എവിടെയാണ്? ബംഗ്ലാദേശ് രാജ്യത്താണ്. മറക്കരുത്. ഫ്യൂസ് വയറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹമാണ് ലെഡും ടിന്നും. ആരൊക്കെയാണ് ഫ്യൂസ് വയറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ?
ലെഡും ടിന്നുമാണ്, മറക്കരുത്. ഈ ലെഡിന്റെയും ടിന്നിന്റെയും കൂടിയുള്ള ലോകസങ്കരം അറിയപ്പെടുന്ന പേരാണ് സോൾഡർ. ലെഡിന്റെയും ടിന്നിന്റെയും ലോകസങ്കരം അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? സോൾഡർ ആണ്. അപ്പോ PSC ഉടൻ ചോദിച്ചിട്ടുണ്ട് സോൾഡർ വയറുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാലും ലെഡും ടിന്നുമാണ്, മറക്കരുത്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കോഡ് പറഞ്ഞു തരാം. കോഡ് ഇത്രയേ ഉള്ളൂ. ഫ്യൂസ് വയർ ലഡു ഇട്ട ടിന്നിൽ ഇട്ടു എന്നങ്ങ് പഠിക്കുക. ഫ്യൂസ് വയർ ലഡു ഇട്ട ടിന്നിൽ ഇട്ടു എന്നങ്ങ് പഠിക്കുക. ഫ്യൂസ് വയർ ലഡു ഇട്ട ടിന്നിൽ ഇട്ടു എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ലെഡും ടിന്നുമാണ് ഫ്യൂസ് വയറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC ചോദിച്ചിട്ടുള്ള ലോഹസങ്കരങ്ങളെ പറ്റിയാണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കണേ, ലോഹസങ്കരങ്ങളെ പറ്റിയാണ്. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്ന ലോഹസങ്കരം എന്ന് ചോദിച്ചാൽ അത് നിക്രോമാണ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ലോഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, മാഗ്നീസ് പഠിച്ചു വെക്കുക. നിക്രോം എന്ന് പറയുന്ന ലോകസങ്കരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, മാഗ്നീസ് എന്നിവയാണ്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ലോകസങ്കരങ്ങൾ ചോദിച്ചാൽ അലുമിനിയം, നിക്കല്, അതുപോലെ കൊബാൾട്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് അൽനിക്കോ എന്ന് കിട്ടുമല്ലോ സുഹൃത്തുക്കളെ. അൽനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം, നിക്കല്, കൊബാൾട്ട്. പക്ഷെ അതിനോടൊപ്പം PSC നമുക്കിട്ടൊരു പണി തരാനായിട്ട് ചോദിക്കുന്നവനാണ് ഇരുമ്പ്. കേട്ടോ, ഇരുമ്പ് ആരിലുണ്ട്? അൽനിക്കോയിലുണ്ട്, പഠിക്കുക. ആ നിക്കലിന്റെ ഇല്ലേ സുഹൃത്തുക്കളെ, അത് ഇരുമ്പ്, അയേൺ അല്ലെങ്കിൽ ഇരുമ്പാണെന്ന് പഠിക്കുക. അൽനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അതിൽ NI എന്ന് പറയുന്നതിന്റെ I എന്ന് പറയുന്നത് അയേൺ ആണ് എന്നങ്ങ് പഠിച്ചു വെക്കുക, ഇരുമ്പാണെന്നങ്ങ് പഠിച്ചു വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ ഉറപ്പായിട്ടും തെറ്റും. കാരണം PSC ഒരുപാട് തവണ നെഗറ്റീവ് അടിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്നത്. അൽനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം, നിക്കല്, കൊബാൾട്ട്, അതിനോടൊപ്പം ആരുമുണ്ട്? ഇരുമ്പുമുണ്ട്. നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അലുമിനിയവും നിക്കലും കൊബാൾട്ടും പെട്ടെന്ന് കിട്ടും. നമ്മൾ ആൻസർ കൊടുക്കും, ഉത്തരം തെറ്റും. ഇരുമ്പ് ഒരു പ്രധാന ഘടകമാണ് അൽനിക്കോയില്. അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ പഠിച്ചിട്ട് പോകണം, മറക്കരുത്. അപ്പോൾ അൽനിക്കോയിലെ NI എന്ന് പറയുന്നത് ആരാണെന്ന് വിചാരിക്കുക, ഇരുമ്പ് അല്ലെങ്കിൽ അയൺ ആണെന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമ്മള് മറക്കത്തില്ല. പിച്ചള അല്ലെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് ബ്രാസ്. പിച്ചള അല്ലെങ്കിൽ ബ്രാസിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പും സിങ്കുമാണ്. പിച്ചള അല്ലെങ്കിൽ ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന ആരാ സുഹൃത്തുക്കളെ? ചെമ്പും സിങ്കുമാണ്. പിച്ചള അല്ലെങ്കിൽ ബ്രാസിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പും സിങ്കുമാണ്, പഠിച്ചു വെക്കുക. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് ഒരു കോഡ് പറഞ്ഞു തരാം. പിച്ചക്കാരി ചേസി എന്നങ്ങ് പഠിച്ചു വെക്കുക. ചേച്ചിയല്ല, പിച്ചക്കാരി ചേസി എന്നങ്ങ് പഠിച്ചു വെക്കുക. പിച്ചക്കാരി ചേസി എന്നങ്ങ് പഠിച്ചു വെക്കുക. അതിൽ പിച്ചക്കാരി എന്ന് വെച്ചാൽ നമുക്ക് പിച്ചളയാണ്. ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്, അതുപോലെ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്, മറക്കരുത്. പിച്ചള എന്ന് പറയുന്നത് ചെമ്പിന്റെയും സിങ്കിന്റെയും കൂടി ലോകസങ്കരമാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് ഓട്. ഓട് അല്ലെങ്കിൽ അവനെ വിളിക്കുന്ന പേരെന്താണ്? വെങ്കലം. ഓട് അല്ലെങ്കിൽ നമുക്ക് അവനെ വിളിക്കുന്ന പേരെന്താണ്? വെങ്കലം എന്നാണ്. ചെമ്പിന്റെയും ടിന്നിന്റെയും ലോകസങ്കരം അറിയപ്പെടുന്ന പേരാണ് ഓട്. ചെമ്പിന്റെയും ടിന്നിന്റെയും ലോകസങ്കരം അറിയപ്പെടുന്ന പേരാണ് ഓട്. സീറ്റി എടുക്കാൻ ഓടി എന്നങ്ങ് പഠിക്കുക കേട്ടോ. സീറ്റി എടുക്കാൻ ഓടി എന്നങ്ങ് പഠിക്കുക. ഒരിക്കലും മറക്കില്ല സുഹൃത്തുക്കള്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്, ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്ന്, ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടാണ്. അടുത്തതായി PSC ചോദിച്ചിട്ടുള്ളതാണ് ഗൺമെറ്റല്. ഗൺമെറ്റലിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പും ടിന്നും അതിനോടൊപ്പം അല്പം സിങ്കും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ഗൺമെറ്റൽ കിട്ടും. അപ്പോ വെങ്കലം എന്ന് പറയുന്ന സാധനത്തിനോടൊപ്പം സിങ്ക് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഗൺമെറ്റൽ, മറക്കരുത്. വെങ്കലം എന്ന് പറയുന്നതിനോടൊപ്പം അല്പം സിങ്ക് കൂടി ചേർത്ത് കൊടുത്താൽ നമുക്ക് എന്ത് ലഭിക്കും? ഗൺമെറ്റൽ ലഭിക്കും. എന്ത് ലഭിക്കും സുഹൃത്തുക്കളെ? ഗൺമെറ്റൽ ലഭിക്കും, പഠിക്കുക. അടുത്തതായാണ് സ്റ്റീല്. സ്റ്റീലിന്റെ പ്രത്യേകത എന്താണ്? ഇരുമ്പും കാർബണും ചേർന്നതാണ് സ്റ്റീല്. ഇരുമ്പിന്റെയും കാർബണിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ് സ്റ്റീല്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഒന്നുകൂടി പറയുവാണേ, നിക്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും ഇരുമ്പിന്റെയും മാഗ്നീസിന്റെയും കൂടിയുള്ള ലോകസങ്കരമാണ്. അൽനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അതിനോടൊപ്പം ആരുണ്ട്? ഇരുമ്പുണ്ട്, മറക്കാതെ പഠിക്കുക. പിച്ചള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെമ്പിന്റെയും സിങ്കിന്റെയും കൂടി ലോകസങ്കരമാണ്. അതിന് പഠിക്കാനായിട്ട് ഒരു കോഡ് നമ്മൾ പറഞ്ഞിരുന്നു. പിച്ചക്കാരി ചേസി എന്നങ്ങ് പഠിക്കുക. പിച്ചക്കാരി ചേസി എന്നങ്ങ് പഠിക്കുക. പിച്ചക്കാരി എന്ന് വെച്ചാൽ പിച്ചള, ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിങ്ക് ആണ്, മറക്കരുത്. അടുത്തതായി PSC ചോദിച്ചതാണ് ഓട്. ഓടിന്റെ മറ്റൊരു പേരാണ് വെങ്കലം എന്ന് പറയുന്നത്. ഓട് അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ സുഹൃത്തുക്കളെ? വെങ്കലം എന്നാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ് ചെമ്പും ടിന്നും. ഇത് നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോഹങ്ങളാണ്
ചെമ്പും ടിന്നും. ഇത് പഠിക്കാനായിട്ടുള്ള ഈസി കോഡ് ഇത്രയേ ഉള്ളൂ. CT എടുക്കാൻ ഓടി എന്നങ്ങ് പഠിക്കുക. CT എടുക്കാൻ ഓടി എന്നങ്ങ് പഠിക്കുക. CTയിലെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പ്, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്ന്, ഓടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്. മറക്കരുത്, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഗൺ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വെങ്കലത്തിനോടൊപ്പം അല്ലെങ്കിൽ ഓടിനോടൊപ്പം ഒരല്പം സിങ്ക് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഗൺ മെറ്റൽ. മറക്കരുത്, ഓട് അല്ലെങ്കിൽ വെങ്കലത്തിനോടൊപ്പം നമുക്ക് അല്പം സിങ്ക് ചേർത്ത് കഴിഞ്ഞാൽ അത് ഗൺ മെറ്റൽ ആയി മാറി. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റീലാണ്. ഇരുമ്പിന്റെയും കാർബന്റെയും കൂടിയൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ലോകസങ്കരം അറിയപ്പെടുന്ന പേരാണ് സ്റ്റീല്. നന്നായിട്ട് പഠിക്കുക സുഹൃത്തുക്കളെ. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചതും ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ തെറ്റുകൊടുക്കുന്നതുമായിട്ടുള്ള പോയിന്റ് ആണ് പറയാൻ പോകുന്നത്. പഞ്ചലോഹം. ഒത്തിരി തവണ PSC 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ്. പഞ്ചലോഹം എന്ന് പറയുന്നത് ഏതൊക്കെ ലോഹങ്ങളുടെ കൂട്ടമാണെന്നുള്ളത് പഠിക്കുക. ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം, ഇരുമ്പ്. ആരുടെയൊക്കെയാണ്? ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം, ഇരുമ്പ് എന്നീ ലോഹങ്ങളുടെ കൂട്ടമാണ് പഞ്ചലോഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയുവാണ്, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പഞ്ചലോഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ലോഹങ്ങൾ ചോദിച്ചാല് ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം, ഇരുമ്പ്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്കാണ്, നമുക്ക് ഈസി കോഡിലൂടെ അങ്ങ് പഠിച്ചു കളയാം. കോഡ് ഇത്രയുള്ളൂ. പഞ്ചായത്തിലെ LGS കാരൻ CI ആയി എന്നങ്ങ് പഠിക്കുക. പഞ്ചായത്തിലെ LGS കാരൻ CI ആയി എന്നങ്ങ് പഠിക്കുക. പഞ്ചായത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചലോഹം, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ, ഇനി C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ അല്ലെങ്കിൽ ഇരുമ്പാണ്. പഠിക്കുക. ഇത് പഠിക്കാനായിട്ട് ഒരു ചെറിയ കോഡ് പറഞ്ഞു തരാം. പഞ്ചായത്തിലെ LGS കാരൻ CI ആയി എന്നങ്ങ് പഠിക്കുക. പഞ്ചായത്തിലെ LGS കാരൻ CI ആയി അങ്ങ് പഠിക്കുക. പഞ്ചായത്തിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചലോഹം, L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഡ്, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ, C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ. പഠിക്കുക. AK ഗോപാലിന്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്ന വർഷം 1936 ആണ്. AK ഗോപാലിന്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്ന വർഷം 1936 ആണ്. സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായ വർഷം 1936 ആണ്. സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനായ വർഷം 1936. കൊച്ചിയിൽ വൈദ്യുത സമരം നടന്ന വർഷം 1936. ഇമ്പോർട്ടന്റ് പോയിന്റ്, കൊച്ചിയിൽ വൈദ്യുത സമരം നടന്ന വർഷം 1936. തിരുവിതാംകൂറിൽ ചിത്ര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം 1936 ആണ്. തിരുവിതാംകൂറിൽ ശ്രീ ചിത്ര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം 1936. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമായ കോർബറ്റ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹെയ്ലി നാഷണൽ പാർക്ക് ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1936 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമായ ഹെയ്ലി നാഷണൽ പാർക്ക്, അവന്റെ ഇപ്പോഴത്തെ പേര് കോർബറ്റ് നാഷണൽ പാർക്ക് എന്നാണ്. അത് നിലവിൽ വന്നത് 1936. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം 1936. കൊച്ചി മേജർ തുറമുഖമായ വർഷം 1936. ഗാന്ധിജി വാർധയിൽ സേവാഗ്രാമം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1936. ഒന്നുകൂടി പറയുവാണേ, AK ഗോപാലിന്റെ നേതൃത്വത്തിൽ പട്ടിണി ജാഥ നടന്ന വർഷം 1936. സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂറിന്റെ ദിവാനായ വർഷം 1936. കൊച്ചിയിൽ വൈദ്യുത സമരം നടന്ന വർഷം 1936. തിരുവിതാംകൂറിൽ ചിത്ര തിരുനാൾ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ വർഷം 1936. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനമായ ഹെയ്ലി നാഷണൽ പാർക്ക്, അവന്റെ ഇപ്പോഴത്തെ പേര് കോർബറ്റ് നാഷണൽ പാർക്ക് ആരംഭിച്ച വർഷം 1936. ഓൾ ഇന്ത്യ റേഡിയോ നിലവിൽ വന്ന വർഷം 1936. കൊച്ചി മേജർ തുറമുഖമായ വർഷം 1936. ഗാന്ധിജി വാർധയിൽ സേവാഗ്രാം ആശ്രമം ആരംഭിച്ച വർഷം 1936. സുഹൃത്തുക്കൾ പഠിക്കുക 1936 ഇമ്പോർട്ടൻസുകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇപ്പോൾ ഏതാ സുഹൃത്തുക്കളെ? ഇടുക്കി ജില്ലയാണ്. മറക്കരുത്. ഓപ്ഷനിൽ പാലക്കാട് ജില്ല കാണും, തെറ്റാണ്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം, ഗവൺമെന്റ് കണക്ക് പ്രകാരം ആരാണ്? നമ്മുടെ ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി ജില്ല. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി ജില്ല. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി ജില്ല. ഏറ്റവും കൂടുതൽ തേയില, കുരുമുളക്, ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ജില്ല. ഏതൊക്കെയാണ്? തേയില, കുരുമുളക്, ഏലം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? നമ്മുടെ ഇടുക്കി ജില്ലയാണ്. വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല ഇടുക്കി ജില്ല. വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ
വനഭൂമിയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയാണ്. ബ്രോഡ്ബാൻഡ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ജില്ല ഇടുക്കി ജില്ല. ബ്രോഡ്ബാൻഡ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ല. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ല. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ല. കേരളത്തിൽ മണ്ണൊലിപ്പ് നിരക്ക് കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ല. പഠിച്ചോളണേ, കേരളത്തിൽ മണ്ണൊലിപ്പ് നിരക്ക് കൂടുതലുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നും കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നും കേരളത്തിന്റെ പഴക്കൂട എന്നും കേരളത്തിന്റെ പവർ ഹൗസ് എന്നും കുടിയേറ്റക്കാരുടെ ജില്ല എന്നും അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടമെന്നും കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നും കേരളത്തിന്റെ പഴക്കൂട എന്നും കേരളത്തിന്റെ പവർ ഹൗസ് എന്നും കുടിയേറ്റക്കാരുടെ ജില്ല എന്നീ വിശേഷണങ്ങൾ ഉള്ളത് ആർക്കാണ്? നമ്മുടെ ഇടുക്കി ജില്ലയ്ക്കാണ്. ഒന്നുകൂടി പറയുവാണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കുറച്ച് ജനസാന്ദ്രതയുള്ള ജില്ല ഇടുക്കി ജില്ല. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കി ജില്ല. ഏറ്റവും കൂടുതൽ തേയില, കുരുമുളക്, ഏലം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കി ജില്ല. വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല ഇടുക്കി ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി ജില്ല. ബ്രോഡ്ബാൻഡ് സംവിധാനം നിലവിൽ വന്ന ജില്ല ഇടുക്കി ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളുള്ള ജില്ല ചോദിച്ചാൽ ഇടുക്കി ജില്ല. റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ജില്ല എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ല. കേരളത്തിൽ മണ്ണൊലിപ്പ് നിരക്ക് കൂടുതലുള്ള ജില്ല ഇടുക്കി ജില്ല. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നും കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറ എന്നും കേരളത്തിന്റെ പഴക്കൂട എന്നും കേരളത്തിന്റെ പവർ ഹൗസ് എന്നും കുടിയേറ്റക്കാരുടെ ജില്ല എന്നും അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ്. ഈ ഭാഗം സുഹൃത്തുക്കള് വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ LGS മാരത്തോൺ ഡേ 19 നമ്മൾ പഠിച്ചത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തിക്കാൻ ഞാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, നല്ലൊരു ദിവസം നേരുന്നു.